ഹലോ ഗൈസ്, നമ്മളെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, 5 മാർക്കിൻ്റെ ഫസ്റ്റ് മൊഡ്യൂളിൽ ലീനിയർ ആൾജിബ്ര എന്ന ടോപ്പിക്കിൽ 5 മാർക്കിന് വന്നിട്ടുള്ള രണ്ട് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതായത് 2023 ക്വസ്റ്റ്യൻ പേപ്പറിൽ ഫസ്റ്റ് മൊഡ്യൂളിൽ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് എന്ന് പറയുന്ന മൊഡ്യൂളിൽ 5 മാർക്കിന്, അത് ഷോർട്ടസ്റ്റ് ആ ഒരു പാർട്ട് ബിയിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ നോക്കുന്നത് അതേ ക്വസ്റ്റ്യൻ പേപ്പറിൽ 2023 ക്വസ്റ്റ്യൻ പേപ്പറിൽ 10 മാർക്കിന് എസ് എയിൽ ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്ന ക്വസ്റ്റ്യൻസാണ്. 2 ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ടോപ്പിക്കിൻ്റെ കണ്ടിന്യൂവേഷൻ ആയിട്ടാണ് ചില ക്വസ്റ്റ്യൻസ് ഇവിടെ വരുന്നത്. ഓക്കെ, നമുക്ക് നേരെ ചോദ്യത്തിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ഇലേറ്റ് ക്യാപിറ്റൽ എ ഈക്വൽ ടു എ 2x2 മെട്രിക്സ് തന്നിട്ടുണ്ട്. 1 2 1 3. ക്യാപിറ്റൽ ബി is equal to 3 2 2 2. Verify that AB all inverse is equal to B inverse A inverse. Then second part വരുന്നത് define the following with examples. Okay, that is diagonal matrix, low triangular matrix, upper triangular matrix, symmetric matrix, singular matrix. Okay, so നോക്കാം. ഇതിൽ ഫസ്റ്റ് പാർട്ട് ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കുന്ന സമയത്ത് ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: എ ബി ഇൻവേഴ്സ് ഈക്വൽ ടു ബി ഇൻവേഴ്സ് എ ഇൻവേഴ്സ് എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോനകത്ത് ഇതിൻ്റെ പ്രൂഫ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ നമ്മൾ ഇവിടെ ചെയ്യേണ്ടത് 2 മെട്രിക്സുകൾ തന്നിട്ടുണ്ട്. ആ 2 മെട്രിക്സുകൾക്ക് കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് ചെയ്യണം, ഈ ഒരു പെർട്ടിക്കുലർ എ ബിൻ്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് ബി ഇൻവേഴ്സ് ഇൻറ്റു എ ഇൻവേഴ്സിന് ഈക്വൽ ആണ് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യും, വെരിഫൈ ചെയ്ത് കൊടുക്കണം. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആ ഒരു മെട്രിക്സ് ഒന്ന് എഴുതി വെക്കാം. ദാറ്റ് ഈസ് 2x2 മെട്രിക്സ് ആണ്. ക്യാപിറ്റൽ എ ഈക്വൽ ടു 1 2 1 3 1 2 1 3 and capital B equal to 3 2 3 2 2 2. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എന്ത് ചെയ്യണം, എ ബി ഇൻവേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യണം. സോ എ ബി ഇൻവേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്താ ചെയ്യുന്നത്, എ ബി കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, എ ഇൻറ്റു ബി. സോ ഈ 2 മെട്രിക്സുകൾ മൾട്ടിപ്ലൈ ചെയ്യണം. സോ 1 2 1 3 ഇൻറ്റു 3 2 2 2. ഓക്കെ, നമുക്കറിയാം മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെ ചെയ്യുന്നത് നമുക്കറിയാം. സോ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് 2 2x2 മെട്രിക്സ് ആയതുകൊണ്ട് റിസൾട്ടും എന്ത് തന്നെയായിരിക്കും, ഒരു 2x2 മെട്രിക്സ് തന്നെയായിരിക്കും. ദാറ്റ് ഈസ് 1 ഇൻറ്റു 3 പ്ലസ് 2 ഇൻറ്റു 2 ഫസ്റ്റ് എലമെൻറ്റ് വരും. നെക്സ്റ്റ് 1 ഇൻറ്റു 2 പ്ലസ് 2 ഇൻറ്റു 2 എന്ന് കിട്ടും. സെക്കൻഡ് റോയിൽ വരുന്ന എലമെൻറ്റ്സ് 1 ഇൻറ്റു 3 പ്ലസ് 3 ഇൻറ്റു 2. നെക്സ്റ്റ് 1 ഇൻറ്റു 2 പ്ലസ് 3 ഇൻറ്റു 2 എന്ന് കിട്ടും, വിച്ച് ഇസ് ഈക്വൽ ടു, ഇവിടെ 1 3s are 3 plus 4, that means you will get 7. Next 2 plus 4 6. Next 3 plus 6 9. Next 2 plus 6 8. So 7 6 9 8 എന്നാണ് നമുക്ക് എ ബി കിട്ടുന്നത്. സോ ഇനി നെക്സ്റ്റ് നമ്മൾ കാണേണ്ടത് ഈ എ ബിയുടെ എന്ത് കണ്ടുപിടിക്കണം, ഇൻവേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യണം. സോ ഇത് 2x2 മെട്രിക്സ് ആണ്. സോ ഫോർ എനി 2x2 മെട്രിക്സ് നമുക്ക് എ എന്ന് പറയുന്നത് 2x2 മെട്രിക്സ് ആണെങ്കിൽ, ദാറ്റ് ഈസ് എ ബി സി ഡി എന്ന് നമുക്ക് ജനറലായിട്ട് അതിനെ പറയാമെങ്കിൽ, അതിൻ്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും വരിക, 1/det ഓഫ് എ ഇൻറ്റു അഡ്ജോയിൻ്റ് ഓഫ് ക്യാപിറ്റൽ എ. ഈ ഒരു സ്ക്വയർ മെട്രിക്സിൻ്റെ അഡ്ജോയിൻ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മെയിൻ ഡയഗണൽ എലമെൻറ്റ്സിന് നമ്മൾ എന്ത് ചെയ്യാം, ഓപ്പോസിറ്റ് ആയിട്ട് എഴുതുക. സോ ഡി എന്ന് എഴുതുക, ബാക്കി 2 ഡയഗണൽ എലമെൻറ്റ്സിന് നെഗറ്റീവ് കൊടുത്താൽ മതി. സോ അതായിരിക്കും അതിൻ്റെ അഡ്ജോയിൻ്റ് എന്ന് പറയുന്നത്. സോ ഈ ഒരു ഫോർമുല യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എ ബിയുടെ ഇൻവേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാം. സോ എ ബിയുടെ ഇൻവേഴ്സിലേക്ക് വരുമ്പോൾ അതിന് മുമ്പ് നമുക്ക് എന്ത് കാണണം, ഡിറ്റർമിനൻ്റ് ഓഫ് എ ബി കാൽക്കുലേറ്റ് ചെയ്യണം. എന്താ ഡിറ്റർമിനൻ്റ് ഓഫ് എ ബി എന്ന് പറഞ്ഞാൽ 2x2 മെട്രിക്സ് ആയതുകൊണ്ട് 7 ഇൻറ്റു 8 minus 9 into 6. So 7 into 8 means you will get 56 minus 9 into 6 means you will get 54. So equal to 2 എന്ന് കിട്ടുന്നുണ്ട്. സോ അങ്ങനെയാണെങ്കിൽ എ ബി ഹോൾ ഇൻവേഴ്സ് എന്ന് പറയുന്നത് എന്ത് കിട്ടും നമുക്ക്, 1/det ഓഫ് എ ബി. സോ ഡിറ്റർമിനൻ്റ് ഓഫ് എ ബി എന്ന് പറഞ്ഞാൽ 2 ആണ്. സോ 1/2 ഇൻറ്റു
ഈ ഒരു പെർട്ടിക്കുലർ ഈ ഒരു കാണുന്ന ഫോർമുല യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് മാറ്റിക്കഴിഞ്ഞാൽ മെയിൻ ഡയഗണൽ എലമെൻസിനെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് എഴുതാം. സോ 7 8 വരും, 8 7 വരും. ബാക്കിയുള്ള 2 എലമെൻറ്റുകളുടെ നെഗറ്റീവ് കൊടുക്കുക. സോ ഈ രൂപത്തിൽ കിട്ടും നമുക്ക്. സോ 1/2 അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 8/2 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുന്നുണ്ട്? 4 കിട്ടുന്നുണ്ട്. -6/2 എന്ന് പറയുന്നത് -3 വരും. 9/2 -9/2 തന്നെ കൊടുക്കാം. ആൻഡ് 7/2 7/2 തന്നെ കൊടുക്കാം. സോ ഇതായിരിക്കും ഇതിൻ്റെ AB ഇൻവേഴ്സ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എൻ്റെ ഇൻവേഴ്സ് കാണണം, ബിൻ്റെ ഇൻവേഴ്സ് കാണണം, എന്നിട്ട് അത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം. ബി ഇൻവേഴ്സ് ഇൻറ്റു എ ഇൻവേഴ്സ് കാണണം. സോ ക്യാപിറ്റൽ എ എന്ന് പറയുന്ന മാട്രിക്സ് ഓൾറെഡി നമുക്കറിയാം എന്താ ക്യാപിറ്റൽ എ 1 2 1 3 ആണ് അല്ലേ. സോ സെയിം ഫോർമുല ഇവിടെയുള്ള ഇതേ ഫോർമുല യൂസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? ഈ മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ അതിന് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എന്ത് കാണണം? ഡിറ്റർമിനൻ്റ് ഓഫ് എ കാണണം. എന്താ ഡിറ്റർമിനൻ്റ് ഓഫ് എ വരിക? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്താൽ മതി. സോ 1 × 3 - 1 × 2 ദാറ്റ് ഈസ് ഈക്വൽ 3 - 2 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? 1 എന്ന് കിട്ടുന്നുണ്ട്. ഓക്കെ. സോ എ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 1/ഡിറ്റർമിനൻ്റ് ഓഫ് എ ഇൻറ്റു അഡ്ജോയിൻ്റ് ഓഫ് എ. എങ്ങനെ അഡ്ജോയിൻ്റ് ഓഫ് എ എഴുതുന്നത്? ഡി എ ഇവിടെ വരും -b - c. സോ ഈക്വൽ ടു 1/1 1 എന്ന് കിട്ടുന്നത്. സോ അഡ്ജോയിൻ്റ് ഓഫ് എ തന്നെയായിരിക്കും അതിൻ്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത്. സോ ഇവിടെ നമ്മൾ 3 1 -2 -1 എന്ന് കിട്ടും. സോ ഇതായിരിക്കും എ ഇൻവേഴ്സ് എന്ന് പറയുന്നത്. ഇതേ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആരുടെ ഇൻവേഴ്സും കൂടെ കാണണം? ബീൻ്റെ ഇൻവേഴ്സ് കാണണം. എന്താ ബി എന്ന് പറയുന്ന മെട്രിക്സ്? 3 2 2 2 ആണ് ബി എന്ന് പറയുന്ന മെട്രിക്സ്. ഓക്കെ. സോ അങ്ങനെയാണെങ്കിൽ ഡിറ്റർമിനൻ്റ് ഓഫ് ബി എന്ന് പറയുന്നത് എന്താ വരുന്നത്? ഡിറ്റർമിനൻ്റ് ഓഫ് ബി എന്ന് പറഞ്ഞാൽ 3 × 2 - 2 × 2 എന്ന് വരും. 3 2s are 6 - 2 2s are 4 ഈക്വൽ ടു 2 എന്ന് കിട്ടും. സോ ബിയുടെ ഡിറ്റർമിനൻ്റ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? 2 എന്ന് കിട്ടുന്നുണ്ട്. സോ ബി ഇൻവേഴ്സ് എന്ന് പറയുന്നത് 1/2 ഇൻറ്റു അഡ്ജോയിൻ്റ് ഓഫ് ബി. ഒന്ന് മാറ്റി ചെയ്താൽ 2നെ 3ൻ്റെ പൊസിഷനിലും 3നെ 2ൻ്റെ പൊസിഷനിലും കൊടുക്കുന്നു. ബാക്കി 2 എലമെൻസിന് നെഗറ്റീവ് എടുക്കുന്നു. സോ -2 -2. ആ -2നെ നമ്മൾ അകത്തേക്ക് 1/2ന് അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 2/2 നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? 1 കിട്ടുന്നുണ്ട്. -2/2 -2/2 ഈക്വൽ ടു യു വിൽ ഗെറ്റ് -1 again -2/2 again -1 then 3/2 എന്ന് കിട്ടുന്നുണ്ട്. സോ എ ഇൻവേഴ്സും നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇവിടെ, അതുപോലെ തന്നെ ബി ഇൻവേഴ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ നെക്സ്റ്റ് നമുക്ക് കാണേണ്ടത് ബി ഇൻവേഴ്സ് ഇൻറ്റു എ ഇൻവേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ എന്ത് കിട്ടുന്നുണ്ടെന്ന് കാണിക്കണം. നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുള്ള എ ബി ഇൻവേഴ്സ് അവിടെ കിട്ടുന്നുണ്ട് എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. സോ നോക്കാം നമുക്ക്. സോ ഞാനത് ഇങ്ങോട്ടൊന്ന് മാറ്റി ചെയ്താണ്. എ ഇൻവേഴ്സ് എന്ന് പറയും, എ ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു മെട്രിക്സ് 3 - 2 - 1 3 - 2 - 1 1 ആണ്. ആൻഡ് ബി ഇൻവേഴ്സ് എന്ന് പറയുന്ന മെട്രിക്സ് എന്ന് പറയുന്നത് എന്താണ്? 1 - 1 -1 3/2 1 -1 -1 3/2 എന്നാണ്. ഓക്കെ. സോ ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ബി ഇൻവേഴ്സ് എ ഇൻവേഴ്സാണ് കാണേണ്ടത്. ബി ഇൻവേഴ്സ് ഇൻറ്റു എ ഇൻവേഴ്സ് ആണ് ഈക്വൽ ടു ബി ഇൻവേഴ്സ് എന്ന് പറയുന്ന മെട്രിക്സ് എന്താ? 1 -1 -1 3/2 ഇൻറ്റു 3 - 2 -1 1. ഓക്കെ. സോ ഈ ഒരു ഇത് നമ്മൾ പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആരെ കിട്ടണം? എ ബി ഹോൾ ഇൻവേഴ്സ് കിട്ടണം. ഓക്കെ. ഈക്വൽ ടു ഒന്ന് പ്രൊഡക്റ്റ് എടുത്ത് നോക്കാം, നമുക്ക് കിട്ടുന്നുണ്ടോ നോക്കാം. ദാറ്റ് ഈസ് ഫസ്റ്റ് എലമെൻറ്റ് വരുന്നത് 1 × 3 പ്ലസ് -1 × -1. ഓക്കെ. സെക്കൻഡ് എലമെൻറ്റ് വരുന്നത് 1 × -2 പ്ലസ് -1 × 1. നെക്സ്റ്റ് റോൾ വരുന്നത് -1 × 3 പ്ലസ് 3/2 × -1. നെക്സ്റ്റ് വരുന്നത് -1 × -2 പ്ലസ് 3/2 × 1 എന്ന് കിട്ടുന്നുണ്ട്. സോ ഇത് കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് ആരെ കിട്ടണം? എ ബി ഹോൾ ഇൻവേഴ്സ് തന്നെ കിട്ടണം. ഓക്കെ. സോ ഈ 3 + 1 നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? 4 എന്ന് കിട്ടുന്നുണ്ട്. നെക്സ്റ്റ് -2 -1 -2 -1 നമുക്ക് -3 എന്ന് കിട്ടും. ഇവിടെ വരുന്നത് -3 - 3/2 ആണ് അല്ലേ. ഓക്കെ.
ഞാനത് ഇങ്ങോട്ടേക്കൊന്ന് കാൽക്കുലേഷൻ ഇങ്ങോട്ടേക്ക് ചെയ്യാണ്. ദാറ്റ് ഈസ് ഇവിടെ വരുന്നത് -3 ആണ് വരുന്നത് അല്ലേ. സോ -3 × 2 -6 -6 -3 -9/2 എന്ന് കിട്ടും. സോ നെക്സ്റ്റ് എലമെൻറ്റ് വരുന്നത് -9/2 ആണ്. നെക്സ്റ്റ് എലമെൻറ്റ് വരുന്നത് -1 × -2 +2 പ്ലസ് 3/2 × 1 3/2 എന്ന് വരും. സോ 2 2s are 4, 4 + 3 7. സോ 7/2 എന്ന് കിട്ടുന്നുണ്ട്. സോ നെക്സ്റ്റ് എലമെൻറ്റ് നമുക്ക് എന്താ വരുന്നത് 7/2 എന്ന് കിട്ടുന്നുണ്ട്. സോ ഇത് തന്നെ അല്ലേ നമ്മളെ AB ഇൻവേഴ്സ് എന്ന് പറയുന്നതും അല്ലേ. നോക്കിക്കേ, ഇതാണ് AB ഇൻവേഴ്സ് എന്ന് പറയുന്നത്. 4 - 3 -9/2 7/2. ഇതന്നെയല്ലേ എവിടെയും കിട്ടിയ 4 - 3 -9/2 7/2. സോ വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് പറയാൻ പറ്റുന്നുണ്ട് AB ഹോൾ ഇൻവേഴ്സ് എന്ന് പറയാൻ പറ്റുന്നുണ്ട്. സോ ഈ രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പ്രൂവ് ചെയ്യാൻ പറ്റും. ക്ലിയർ ആവുന്നുണ്ടല്ലോ അല്ലേ. ഓക്കെ, സോ അതിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വളരെ ഈസിയാണ്. ഇതൊരു 10 മാർക്കിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഡെഫിനിഷൻസ് ആണ് കംപ്ലീറ്റ് ആയിട്ട് എഴുതേണ്ടത് വിത്ത് എനി വൺ എക്സാമ്പിൾ. ഓക്കെ, സോ ഫസ്റ്റ് വരുന്നത് ഡയഗണൽ മെട്രിക്സ്, ലോ ട്രയാങ്കുലർ മെട്രിക്സ്, അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ്, സിമെട്രിക് മെട്രിക്സ് ആൻഡ് സിംഗുലാർ മെട്രിക്സ്. ഓൾറെഡി നമുക്കറിയാം ഓരോന്നും. സോ എന്താ ഡയഗണൽ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ? ഡയഗണൽ മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മെയിൻ ഡയഗണൽ ഒഴികെയുള്ള ബാക്കി എല്ലാ എൻട്രികളും എന്തായിരിക്കും 0 ആയിട്ട് വരുന്ന മെട്രിക്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഡയഗണൽ മെട്രിക്സ് എന്ന് പറയുന്നത്. എ സ്ക്വയർ മെട്രിക്സ് ഇൻ വിച്ച് ഓൾ എൻട്രീസ് എക്സെപ്റ്റ് ദ മെയിൻ ഡയഗണൽ ആർ 0 ഈസ് കോൾഡ് ഡയഗണൽ മെട്രിക്സ്. സോ നമ്മളൊരു എക്സാമ്പിൾ ചെയ്താണ്. എക്സാമ്പിൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എക്സാമ്പിൾ ആ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഏതെങ്കിലും ഒരു എക്സാമ്പിൾ എഴുതിയാൽ മതി. സോ ക്യാപിറ്റൽ A എന്ന് പറയുന്നതിൻ്റെ മെട്രിക്സ് എടുത്തുന്നു. സോ അതൊരു സ്ക്വയർ മെട്രിക്സ് ആവണം, അതാണ് കണ്ടീഷൻ. 2/2 or 3/3 എനി മെട്രിക്സ് നിങ്ങൾക്ക് എഴുതാം. സോ ഞാനിവിടെ ഒരു 3/3 മെട്രിക്സ് എഴുതാൻ പോകുന്നത്. സോ 3 0 0 0 4 0 0 0 1. ഇവിടെ നോക്കിക്കേ, ആര് മാത്രമേ ഉള്ളൂ? മെയിൻ ഡയഗണൽ എലമെൻറ്റ്സ് മാത്രമേ ഉള്ളൂ നോൺ 0 ആയിട്ട്. ബാക്കി എല്ലാ എൻട്രികളും എന്താണ് 0 ആണ്. സോ ഇനി നമ്മളൊരു 2/2 മെട്രിക്സ് എഴുതുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? 1 0 0 2. ഓക്കെ, ഈ രൂപത്തിൽ എഴുതാൻ പറ്റുന്നുണ്ട്. ക്ലിയർ ആവുന്ന വളരെ ഈസിയാണ് ക്വസ്റ്റ്യൻ. സോ ഇത്ര എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന് മാർക്ക് തരും. നെക്സ്റ്റ് വൺ നമുക്ക് കാണിക്കുന്നത് ലോവർ ട്രയാങ്കുലർ മെട്രിക്സ് ആണ്. എന്താ ലോവർ ട്രയാങ്കുലർ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ? ലോവർ ട്രയാങ്കുലർ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ മെയിൻ ഡയഗണലിൻ്റെ മുകളിൽ വരുന്ന എല്ലാ എൻട്രികളും എന്തായിരിക്കും 0 ആയിരിക്കും. നമുക്കതിനൊരു ലോവർ ട്രയാങ്കുലർ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ മെയിൻ ഡയഗണലിൻ്റെ മുകളിൽ വരുന്ന എല്ലാ എൻട്രികളും എന്തായിരിക്കും 0 ആയിരിക്കും. ഫോർ എക്സാമ്പിൾ നമ്മളൊരു 3/3 മെട്രിക്സിൻ്റെ സ്റ്റാൻഡേർഡ് ഫോമിൽ എഴുതുകയാണെങ്കിൽ, ജനറൽ ഫോമിൽ എഴുതുകയാണെങ്കിൽ A11 A12 A13 A21 A22 A23 A31 A32 A33. സോ ഇതൊരു ഡയഗണൽ മെട്രിക്സ് ആവണമെങ്കിൽ ഏതൊക്കെയാണ് 0 ആവേണ്ടതെന്ന് നോക്കുക. ഇതൊരു ലോവർ ട്രയാങ്കുലർ മെട്രിക്സ് ആവണമെങ്കിൽ ഏതൊക്കെയാണ് 0 ആവുന്നത് നോക്കുക. എന്ന് പറഞ്ഞാൽ ഈ A11 A22 A33 ഇതാണ് ഡയഗണൽസ്, മെയിൻ ഡയഗണൽസ് എന്ന് പറയുന്നത്. അതിൻ്റെ മുകളിൽ വരുന്ന എൻട്രികൾ എന്താവണം? 0 ആവണം. എന്ന് പറഞ്ഞാൽ A12 0 ആവണം, A13 0 ആവണം, A23 0 ആവണം. ഈ 3 എലമെൻറ്റുകൾ 0 ആയാൽ മതി. അങ്ങനെയുള്ള മെട്രിക്സുകളെ നമുക്ക് എന്ത് വിളിക്കാൻ പറ്റുന്നുണ്ട്? ലോവർ ട്രയാങ്കുലർ മെട്രിക്സ് എന്ന് പറയാൻ പറ്റുന്നത്. നിങ്ങൾക്ക് എഴുതാം എക്സാമ്പിളായിട്ട് എനി മെട്രിക്സ് ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന രൂപത്തിൽ നിങ്ങൾക്ക് അതിൻ്റെ എക്സാമ്പിൾ കൊടുക്കാൻ പറ്റുന്നുണ്ട്. നെക്സ്റ്റ് വൺ അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് ആണ്. അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് എന്ന് ജസ്റ്റ് ഓപ്പോസിറ്റ് ഓഫ് ലോവർ ട്രയാങ്കുലർ മെട്രിക്സ്. ദാറ്റ് മീൻസ് ഇവിടെ നമ്മൾ എടുക്കുന്ന ക്യാപിറ്റൽ A എന്ന് പറയുന്നൊരു മെട്രിക്സ് ജനറലായിട്ട് എടുക്കുകയാണെങ്കിൽ A11 A12 A13 A21 A22 A23 A31 A32 A33. ഓക്കെ, ഇവിടെ സെയിം ആണ്. A11 A22 A33 ആണ് മെയിൻ ഡയഗണൽസ് എന്ന് പറയുന്നത്. ഈ മെയിൻ ഡയഗണൽസിൻ്റെ താഴെ വരുന്ന എൻട്രികൾ എന്താവണം? 0 ആവണം. എന്ന് പറഞ്ഞാൽ A21 0 ആവണം, A31 0 ആവണം, A32 0 ആവണം. ഈ 3 എലമെൻറ്റുകൾ 0 ആയിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? അതൊരു അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് ആണെന്ന് പറയാൻ പറ്റുന്നുണ്ട്. ക്ലിയർ. നെക്സ്റ്റ് വരുന്നത് സിമെട്രിക് മെട്രിക്സാണ്. എന്താ സിമെട്രിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെട്രിക്സ് എപ്പോഴാണ് സിമെട്രിക് ആവുന്നത്? അതിൻ്റെ
ട്രാൻസ്പോസും ആ മെട്രിക്സ് എന്താവണം, ഈക്വൽ ആവണം. എ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു എ എന്നാവണം. അപ്പോൾ ഇതിൻ്റെ എക്സാമ്പിൾ എഴുതുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ചില കൺഫ്യൂഷൻസ് ഉണ്ടാവാം. ഇങ്ങനെയാണ് നമ്മൾ സിമെട്രിക് മെട്രിക്സിന് എക്സാമ്പിൾ ചെയ്താൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ശ്രദ്ധിച്ചോട്ടോ. അതായത് ക്യാപിറ്റൽ എ എന്ന് പറയുന്ന ഒരു 3x3 മെട്രിക്സാണ് ഞാൻ എഴുതാൻ പോകുന്നത്. ഓക്കെ, 3x3 മെട്രിക്സ് എഴുതാൻ പോവുക. സോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ഫസ്റ്റ് റോ എഴുതി വെക്കാം. ഞാനിപ്പോൾ 1 2 3 എന്ന് എഴുതി വെച്ചു. അതേ എലമെൻറ്റ് തന്നെ എവിടെയും കൊടുക്കുക, ഫസ്റ്റ് കോളത്തിലും കൊടുക്കുക. ക്ലിയർ? ഇത് സിമെട്രിക് ആവാനുള്ള ഒരു ഷോർട്ട് കട്ടാണ്, ഒരു മെത്തേഡ് പറയുകയാണ് കേട്ടോ. സോ അതായത് ഇഷ്ടമുള്ളൊരു റോ കൊടുക്കുക, അതേ ഫസ്റ്റ് റോ കൊടുക്കുക, അതേ റോ തന്നെ നിങ്ങൾ എന്താക്കി കൊടുക്കുക, ഫസ്റ്റ് കോളം ആക്കിയിട്ട് കൊടുക്കുക. ദെൻ സെക്കൻഡ് റോയിലെ സെക്കൻഡ് എലമെൻറ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എലമെൻറ്റ് കൊടുക്കുക, ഏതെങ്കിലും എലമെൻറ്റ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഇവിടെയും നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു എലമെൻറ്റ് കൊടുത്തു ഞാൻ. ഇനി തേർഡ് റോയിൽ 2 എലമെൻറ്റ്സുകൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഈ 2 എലമെൻറ്റ്സിൽ ഇവിടെ സെക്കൻഡ് എലമെൻറ്റ് എപ്പോഴും എന്താവണം, എന്താ ഇവിടെ കൊടുത്തിട്ടുള്ള എലമെൻറ്റ് ആവണം. സോ ഇത് 5 ആയതുകൊണ്ട് തേർഡ് റോയിലെ സെക്കൻഡ് എലമെൻറ്റ് ഞാൻ 5 എന്ന് കൊടുത്തു. ദെൻ ലാസ്റ്റ് എലമെൻറ്റ് നിങ്ങൾക്ക് എന്തും കൊടുക്കാം, ഇഷ്ടമുള്ളൊരു നമ്പർ കൊടുക്കാം. ഇത് സിമെട്രിക് ആയിരിക്കും. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിൻ്റെ ട്രാൻസ്പോസ് കണ്ട് നോക്കാം. ട്രാൻസ്പോസ് കണ്ടാൽ എന്താ വരിക, എ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു, ഓക്കെ, റോനെ കോളമാക്കി എഴുതിയാൽ മതി അല്ലേ. ഫസ്റ്റ് റോ എന്ന് പറഞ്ഞാൽ 1 2 3 ആണ്, അതിനെ കോളമാക്കി എഴുതി 1 2 3. സെക്കൻഡ് റോ 2 4 5 ആണ്, അതിനെ കോളമാക്കി എഴുതുന്നു 2 4 5. തേർഡ് റോനെ എഴുതുന്നു 3 5 6. നോക്കിക്കേ, എന്തെങ്കിലും മാറ്റം ഉണ്ടോ? 2 മെട്രിക്സും സെയിം അല്ലേ. ഇറ്റ് ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ എ എന്ന് പറയാൻ പറ്റുന്നുണ്ട്. 1 2 3 2 4 5 3 5 6. ഓക്കെ, അപ്പോൾ എന്താ ചെയ്തിട്ടുള്ളത്, ക്ലിയർ ആവുന്നുണ്ടല്ലോ അല്ലേ. ഓക്കെ, സോ ഈ രൂപത്തിൽ നിങ്ങൾക്ക് അതിൻ്റെ എക്സാമ്പിൾ കൊടുക്കാൻ പറ്റുന്നുണ്ട്. നെക്സ്റ്റ് വൺ സിംഗുലാർ മെട്രിക്സാണ്. സിംഗുലാർ മെട്രിക്സ് എന്ന് പറയുമ്പോൾ 2 രൂപത്തിൽ നിങ്ങൾക്ക് അതിൻ്റെ ഡെഫിനിഷൻസ് പറയാൻ പറ്റും. ഒന്ന്, ഇൻവേർട്ടിബിൾ ഡിഫൈൻ ചെയ്യാത്ത മെട്രിക്സ്, സ്ക്വയർ മെട്രിക്സ് എന്ന് പറയാം. അല്ലെങ്കിൽ സിമ്പിളായിട്ട് ഡിറ്റർമിനൻറ്റ് ഇസ് ഈക്വൽ ടു 0 ആവുന്നത്. ഓക്കെ, ഡിറ്റർമിനൻറ്റ് 0 ആയതുകൊണ്ടാണ് അതിൽ എന്തില്ലാത്തത്, ഇൻവേഴ്സ് ഇല്ലാത്തത്. ഓക്കെ, 1 ഡിറ്റർമിനൻറ്റിൻ്റെ അഡ്ജോയിൻ്റ് ആണ്. സോ 1/0 നോട്ട് ഡിഫൈൻഡ് ആയതുകൊണ്ടാണ് അതെന്തായത് ഈ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറയുന്നത്. സോ ഒരു സിംഗുലാർ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ സ്ക്വയർ മെട്രിക്സ് ഫോർ വിച്ച് ഡിറ്റർമിനൻറ്റ് ഓഫ് എ ഈക്വൽ ടു 0 ആണ്. സോ അവിടെ ഏതെങ്കിലും ഒരു 2/2 മെട്രിക്സ് ആണ് വളരെ ഈസി ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്നത്. സോ ക്യാപിറ്റൽ എ എന്ന് പറയുന്ന ഒരു 2/2 മെട്രിക്സ് നിങ്ങൾ എഴുതുകയാണെങ്കിൽ, ഓക്കെ, 2/2 മെട്രിക്സിലേക്ക് നമുക്ക് പോവാം. സോ ക്യാപിറ്റൽ എ ഈക്വൽ ടു 1 2 2 4. ഓക്കെ, സോ ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഡിറ്റർമിനൻറ്റ് ഓഫ് എ എന്ന് പറഞ്ഞാൽ എന്താ വരുന്നത്, 1 × 4 - 2 × 2. അതർവൈസ് 4 - 4 ഈക്വൽ ടു 0 എന്ന് കിട്ടുന്നത്. സോ ഇറ്റ്സ് സിംഗുലാർ മെട്രിക്സ്. ഇപ്പോൾ സിംഗുലാർ മെട്രിക്സിനൊക്കെ നിങ്ങൾ എക്സാമ്പിൾ ചെയ്തപ്പോൾ ഏറ്റവും എളുപ്പം നിങ്ങൾക്ക് 2/2 മെട്രിക്സ് എഴുതാനാണ്. ഓക്കെ, 3/3 മെട്രിക്സ് ഒക്കെ എഴുതാൻ കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. സോ നിങ്ങൾ ഏറ്റവും ഈസി ആയിട്ട് എന്ത് ചെയ്യാനും 2/2 മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റ് കാണാൻ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസ് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് എഴുതാം. ഇനി ഒരു 3/3 മെട്രിക്സ് ഒക്കെയാണ് നിങ്ങൾ എഴുതുന്നതെങ്കിൽ അതിൻ്റെ റോകൾ തമ്മിൽ എന്തെങ്കിലുമൊക്കെ റിലേഷൻഷിപ്പുകൾ കൊടുത്താൽ മതി. അതൊരു കമ്പാരിറ്റീവ്ലി ബുദ്ധിമുട്ടാണ്. സോ എനി എക്സാമ്പിൾ എന്നല്ല പറഞ്ഞത്. സോ നിങ്ങൾക്ക് 2/2 3/3 ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എഴുതാൻ പറ്റുന്നുണ്ട്. ക്ലിയർ? സോ ഇത്രയും എഴുതി കഴിഞ്ഞാൽ, ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടുന്നുണ്ട്, 10 മാർക്ക് കിട്ടുന്നുണ്ട്. ക്ലിയർ ആകുന്നുണ്ടല്ലോ അല്ലേ. ഓക്കെ, സോ നമുക്കൊരു അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇതേ 2023 ക്വസ്റ്റ്യൻ പേപ്പറിൽ essay ടൈപ്പിൽ ചോദിച്ചിട്ടുള്ള ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, കൺസിഡർ ദ ലീനിയർ സിസ്റ്റം -1 3 2 1 2 -3 2 1 -1 x1 x2 x3 ഈക്വൽ ടു 1 -9 -3. 2 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ show that the above system is consistent. Second one, solve the above system of linear equations. Okay, so ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ കാണിക്കുന്നത് കൺസിസ്റ്റൻ്റ് ആണെന്ന് കാണിക്കണം. കൺസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അതിനൊരു സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഒന്നെങ്കിൽ യൂണീക്ക് സൊല്യൂഷൻ ആയിരിക്കും, അല്ലെങ്കിൽ ഇൻഫിനിറ്റ് നമ്പേഴ്സ് ഓഫ് സൊല്യൂഷൻസ് ഉണ്ടായിരിക്കും. സോ ഇതിന് സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് കാണിക്കേണ്ടത്. സോ സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് കാണിക്കാൻ വേണ്ടി ഫസ്റ്റ് ഓഫ് ഓൾ ഞാനത് ആ ഒരു ലീനിയർ ഇക്വേഷൻ മെട്രിക്സ് ഫോമിൽ എഴുതിയ ലീനിയർ ഇക്വേഷൻ ഒന്ന് കോപ്പി ചെയ്യാണ്. ദാറ്റ് ഈസ് വരുന്നത് -1 3 2 1 2 -3 1 2 -3 2 1 -1 2 1 -1 into x1 x2 x3 equal to
1 minus 9 minus 3. 1 minus 9 minus 3. ഓക്കെ. സോ ഇനി നമ്മൾ എന്ത് ചെയ്യണം, നമുക്കിതിനെ എന്താണെന്ന് കാണിക്കണം. ഈ ഒരു മെട്രിക്സ് അല്ലെങ്കിൽ ഈ ഒരു ലീനിയർ ഇക്വേഷൻസ് എന്താണ്, കൺസിസ്റ്റൻ്റ് ആണെന്ന് കാണിക്കേണ്ടത്. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ ഓഗ്മെൻറ്റഡ് മെട്രിക്സ് A/B എടുക്കുക. ഓക്കെ, ഓഗ്മെൻറ്റഡ് മെട്രിക്സ് എടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും വരുന്നുണ്ടാവുക? ദാറ്റ് ഈസ് -1 3 2 ആരും കൂടെ കൊടുക്കണം? 1 കൂടെ കൊടുക്കണം, കോൺസ്റ്റൻ്റ് കൂടെ കൊടുക്കണം. സോ 1 2 -3 -9. സോ 2 1 -1 -3. ഓക്കെ. സോ ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, ഈ ഒരു മെട്രിക്സിനെ നമ്മൾ എങ്ങോട്ടേക്ക് കൺവേർട്ട് ചെയ്യുന്നു? എക്കലോൺ ഫോമിലേക്ക്, ഗോസ് എലിമിനേഷൻ മെത്തേഡ് യൂസ് ചെയ്യാം നമുക്ക്. സോ എക്കലോൺ ഫോമിലേക്ക് നമ്മളിതിനെ കൺവേർട്ട് ചെയ്യുന്നു. സോ എക്കലോൺ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് എലമെൻറ്റ് എപ്പോഴും എന്തായിരിക്കണം? 1 ആയിരിക്കണം. സോ ഇവിടെ എന്താ ഫസ്റ്റ് എലമെൻറ്റ് വരുന്നത്? ഇവിടെ -1 ആണ് ഫസ്റ്റ് എലമെൻറ്റ് വരുന്നത് അല്ലേ. സോ -1 ആണ് ഫസ്റ്റ് എലമെൻറ്റ്. ഫസ്റ്റ് എലമെൻ്റ് ആയിട്ട് വരുന്നത് ആരാ? -1 ആണ് അല്ലേ. സോ പക്ഷെ അതിൻ്റെ തൊട്ട് താഴെ ആരുണ്ട്? ഒരു 1 എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ ആ 1ന് മുകളിലേക്ക് കൊടുത്താൽ പോരെ. ആ 1ന് മുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാന്ന് പറഞ്ഞാൽ സെക്കൻഡ് റോനെ എങ്ങോട്ടേക്ക് മാറ്റി കൊടുക്കണം? നമ്മൾ എങ്ങോട്ടേക്ക് മാറ്റണം? ഫസ്റ്റ് റോ ആയിട്ട് കൺവേർട്ട് ചെയ്യണം. ദാറ്റ് ഈസ് R2 ചേഞ്ചസ് ടു R1. R2നെ എങ്ങോട്ടേക്ക് മാറ്റുന്നു? നമ്മൾ R2 R1 പരസ്പരം ഇൻ്റർചേഞ്ച് ചെയ്യുന്നു. സോ എന്തായിരിക്കും വരുന്നുണ്ടാവുക? ഈക്വൽ ടു ഫസ്റ്റ് റോ എന്തായിട്ട് മാറും? 1 2 -3 -9. നെക്സ്റ്റ് വൺ -1 3 2 1 2 1 -1 -3. സോ ഇപ്പം എന്തായിട്ട് മാറി? അവിടെയുള്ള ആ ഒരു ഫസ്റ്റ് എലമെൻറ്റ് എന്തായിട്ട് മാറുന്നുണ്ട്? 1 ആയിട്ട് മാറുന്നുണ്ട്. ഇനി വേണ്ടത് ആ 1ന് താഴെയുള്ള ബാക്കി 2 എലമെൻറ്റ്സിനെയും നമ്മൾ എന്ത് ചെയ്യണം? 0 ആക്കി മാറ്റണം. അതായത് -1നെയും 2നെയും നമ്മൾ എന്ത് ചെയ്യുന്നു? 0 ആക്കി മാറ്റണം. സോ -1നെ 0 ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ഓപ്പറേഷൻ ഇങ്ങനെയാണ്. ദാറ്റ് ഈസ് R2ലാണ് ആരുള്ളത്? -1 ഉള്ളത്. R2 ഇംപ്ലൈസ് R2 + R1 എന്ന് കൊടുക്കുന്നു. അതുപോലെ തന്നെ 2നെ 0 ആക്കാൻ വേണ്ടിയിട്ട് R3ലാണ് ആരുള്ളത്? 2 ഉള്ളത്. സോ R3 ഇംപ്ലൈസ് R3 - 2 R1 ചെയ്യുന്നു. ഓക്കെ. സോ ഈ രൂപത്തിൽ 2 ട്രാൻസ്ഫർമേഷൻസ് നമ്മൾ അപ്ലൈ ചെയ്യുന്നു. സോ ഇറ്റ് വിൽ ബി ഈക്വൽ ടു ഫസ്റ്റ് റോക്ക് ചേഞ്ച് ഒന്നുമില്ല. 1 2 -3 -9. നെക്സ്റ്റ് സെക്കൻഡ് റോയിൽ ഫസ്റ്റ് എലമെൻറ്റ് എന്തായിട്ട് മാറിയിട്ടുണ്ടാവും? 0 ആയിട്ട് മാറിയിട്ടുണ്ടാവും. നെക്സ്റ്റ് വൺ R2 + R1 ആണ്. ഇവിടെ R2 എന്ന് പറഞ്ഞാൽ 3 + 2. 3 + 2 മീൻസ് യു വിൽ ഗെറ്റ് 5. നെക്സ്റ്റ് വരുന്നത് 2 + -3. 2 + -3 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? -1 എന്ന് കിട്ടുന്നുണ്ട്. ഓക്കെ. 2 + -3 -1 എന്ന് കിട്ടുന്നുണ്ട്. നെക്സ്റ്റ് 1 നെക്സ്റ്റ് എന്താ വരുന്നത്? 1 + -9. 1 + -9 എന്ന് പറഞ്ഞാൽ നമുക്കതിനെ -8 ആയിട്ട് എഴുതാൻ പറ്റുന്നുണ്ട്. സോ തേർഡ് റോയിൽ വരുമ്പോൾ 2 എന്തായിട്ട് മാറി? 0 ആയിട്ട് മാറി. നെക്സ്റ്റ് ഇവിടെ വരുന്ന വാല്യൂ എന്ന് പറയുന്നത് 1 പ്ലസ് നമുക്കിവിടെ സൈഡിൽ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ദാറ്റ് ഈസ് ഫസ്റ്റ് വൺ 1 പ്ലസ് നോട്ട് പ്ലസ് മൈനസ് ആണ്. 1 മൈനസ് 2 ഇൻറ്റു ഫസ്റ്റ് റോൾ എലമെൻറ്റ് ഏതാ വരുന്നത്? ഫസ്റ്റ് റോൾ എലമെൻറ്റ് 2 ആണ് വരുന്നത്. സോ ഇൻറ്റു 2 എന്ന് കിട്ടും. ദാറ്റ് ഇസ് 1 - 4 ആണ്. ഈക്വൽ ടു നമുക്ക് എന്ത് ചെയ്താൻ പറ്റുന്നുണ്ട്? -3 എന്ന് കൊടുക്കാൻ പറ്റുന്നുണ്ട്. സോ ഹിയർ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? -3 എന്ന് കിട്ടും. നെക്സ്റ്റ് വൺ സെക്കൻഡ് റോൾ എലമെൻറ്റ് -1 ആണ്. സോ -1 -2 ഇൻറ്റു തൊട്ട് മുകളിൽ വരുന്ന എലമെൻറ്റ് എന്താ? -3 ആ. സോ -3 എന്ന് വരും. സോ -2 ഇൻറ്റു -3 + 6 + 6 -1 എന്ന് പറഞ്ഞാൽ 5 കിട്ടും. ഓക്കെ. +5 എന്ന് വരും. ഇവിടെ നമുക്കത് +5 ആയിട്ട് കൊടുക്കാം. നെക്സ്റ്റ് -3 + 18 ആണ്. -3 + 18 എന്ന് പറഞ്ഞാൽ നമുക്ക് അതിന് 15 എന്ന് കിട്ടുന്നുണ്ട് അല്ലേ? 15 എന്ന് കിട്ടുന്നുണ്ട്. ഓക്കെ. സോ നമ്മൾ നെക്സ്റ്റ് ട്രാൻസ്ഫോർമേഷൻ അപ്ലൈ ചെയ്ത് കഴിയുകയാണെങ്കിൽ എന്തായിരിക്കും വരിക? നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടത്? 5നെ, അതായത് ഇവിടെയുള്ള ഈ 5നെ നമുക്ക് എന്താക്കി മാറ്റണം?
1 ആക്കി കൺവേർട്ട് ചെയ്യണം. സോ 5നെ 1 ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി, ആ റോയിലുള്ള എല്ലാ എലമെൻസിനെയും ആരെ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി, 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. സോ സെക്കൻഡ് റോ ആണ് മാറ്റുന്നത്. സോ R2 ഇംപ്ലൈസ് 1/5 R2 എന്ന് കിട്ടും. ഓക്കെ, 1/5 R2 എന്ന് എഴുതാം നമുക്ക്. സോ അങ്ങനെയാണെങ്കിൽ ആ ഒരു മെട്രിക്സ് എന്തായിരിക്കും, ഫസ്റ്റ് റോക്ക് ചേഞ്ച് ഒന്നും വരില്ല അല്ലേ, ഫസ്റ്റ് റോക്ക് മാറ്റങ്ങളൊന്നുമില്ല. ഫസ്റ്റ് റോ എന്ന് പറയുന്നത് 1 2 -3 -9, 1 2 -3 -9. നെക്സ്റ്റ് സെക്കൻഡ് റോക്ക് മാറ്റുന്നത് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക ചെയ്യുന്നത്. സോ 0/5 0, 5/5 1. നെക്സ്റ്റ് വൺ -1/5, നമുക്കതിന് -1/5 എന്ന് കൊടുക്കാം. ആൻഡ് -8/5 നമുക്ക് എന്ത് കൊടുക്കാം, -8/5. തേർഡ് റോക്ക് മാറ്റമൊന്നുമില്ല, 0 -3 0 -3 5 15 5 15. ഓക്കെ, ഇനി എന്ത് ചെയ്യണം, ഇനി ആരെയാണ് മാറ്റേണ്ടത്, ആ 1 തൊട്ട് താഴെയുള്ള -3 എന്താക്കണം, 0 ആക്കി മാറ്റണം. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ട്രാൻസ്ഫോർമേഷൻ ഇങ്ങനെയാണ്, R3 എലമെൻ്റ് ആണ്. സോ R3 ഇംപ്ലൈസ് R3 + 3 R2 ആണ്, R2 ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. സോ എന്തായിരിക്കും വരുന്നത്, ഫസ്റ്റ് റോക്ക് യാതൊരു മാറ്റമില്ല. സോ 1 2 -3 -9. സെക്കൻഡ് റോക്ക് മാറ്റില്ല, 0 1 -1/5 -8/5. ഓക്കെ, നെക്സ്റ്റ് തേർഡ് റോയിൽ ഫസ്റ്റ് എലമെൻറ്റ് 0 ആയിരിക്കും, സെക്കൻഡ് എലമെൻറ്റ് എന്തായിട്ട് മാറി, 0 ആയിട്ട് മാറി. നെക്സ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് 5 ആണ് വരുന്നത് അല്ലേ. സോ ഇവിടെ 5 ആണ്, 5 വിത്ത് -1/5 ആണ്. ഓക്കെ, സോ എന്താ വരുന്നത് ചെയ്യുമ്പോൾ, ദാറ്റ് ഈസ് 5 + 3 × -1/5 എന്ന് വരും. അല്ലെങ്കിൽ 5 -3/5 എന്താ കിട്ടുന്നുണ്ടാവുക, 5 5 25 -3 22/5 എന്ന് കിട്ടുന്നുണ്ട്. സോ ഇവിടുത്തെ വാല്യൂ വരുന്നത് എന്തായിരിക്കും, 22/5 എന്ന് കിട്ടും. നെക്സ്റ്റ് വരുന്നത് 15ഉം -8/5 അല്ലേ, 15 ആൻഡ് -8/5. സോ 15 -8/5 അല്ലേ. ഓക്കെ, 3 × -8/5 എന്ന് പ്ലസ് ആയിട്ട് മാറുന്നത്. സോ 15 പ്ലസ് ആണ് വരുന്നത്. സോ 15 + 3 × -8/5. സോ -24/5 എന്ന് കിട്ടുന്നുണ്ട്. സോ 15 5s വരും, -24 എന്ന് പറഞ്ഞാൽ നമുക്കത് എന്ത് കിട്ടുന്നുണ്ട്, 51/5 എന്ന് കിട്ടുന്നുണ്ട്. സോ ഇവിടെ വരുന്നത് 51/5 എന്ന് കിട്ടും. ഓക്കെ, സോ ഇപ്പോൾ എന്തായിട്ട് മാറി, ഇത് എക്കലോൺ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തു. സോ നമുക്ക് ഈ ഇക്വേഷൻ, ലീനിയർ ഇക്വേഷൻ കൺസിസ്റ്റൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്യേണ്ടത്. സോ കൺസിസ്റ്റൻ്റ് ആണെന്ന് കാണിക്കാൻ വേണ്ടി എന്ത് കാര്യം ചെയ്താൽ മതി, റാങ്ക് ഓഫ് എയും റാങ്ക് ഓഫ് എ ബിയും കണ്ടാൽ മതി. സോ എ എന്ന് പറഞ്ഞ മെട്രിക്സ് ഇവിടെ എങ്ങനെയാണ് വരുന്നത്, എ എന്ന് പറയുന്ന മെട്രിക്സ് എത്രയേ ഉള്ളൂ, ഇത്ര മാത്രമേ എ എന്ന് പറയുന്ന മെട്രിക്സ് ഉള്ളൂ. സോ ആ എ എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ റാങ്ക് എന്തായിരിക്കും വരുന്നത്, റാങ്ക് ഓഫ് എ എന്ന് പറഞ്ഞാൽ എന്തെടുത്താൽ മതി, non-zero റോസിന് എണ്ണം എടുത്താൽ മതി. ഇവിടെ എത്ര non-zero റോസ് ഉണ്ട്, 1 2 3 non-zero റോസ് വരുന്നുണ്ട്. സോ റാങ്ക് ഓഫ് എ = 3 എന്ന് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ റാങ്ക് ഓഫ് എ ബി എടുക്കുകയാണെങ്കിലോ, ഓഗ്മെൻറ്റഡ് മെട്രിക്സിൻ്റെ റാങ്ക് എടുക്കുകയാണെങ്കിലോ, അവിടെയും 1 2 3 റോസിൽ ആര് non-zero റോസ് വരുന്നുണ്ട്, = 3 എന്ന് കിട്ടുന്നുണ്ട്. സോ റാങ്ക് ഓഫ് എയും അതുപോലെ തന്നെ റാങ്ക് ഓഫ് എ ബിയും എന്തായിട്ട് മാറി, ഈക്വൽ ആയിട്ട് മാറി. അങ്ങനെയാണെങ്കിൽ എന്താണ്, നമുക്ക് എങ്ങനെ കൺക്ലൂഡ് ചെയ്യാം, സിസ്റ്റം ഈസ് കൺസിസ്റ്റൻ്റ് എന്ന് പറയാൻ പറ്റുന്നുണ്ട് നമുക്ക്. ഓക്കെ, റാങ്ക് ഓഫ് എയും റാങ്ക് ഓഫ് എ ബിയും ഈക്വൽ ആണെങ്കിൽ സിസ്റ്റം എന്താണെന്ന് പറയാൻ പറ്റുന്നുണ്ട്, കൺസിസ്റ്റൻ്റ് ആണെന്ന് പറയാൻ പറ്റുന്നുണ്ട്. ക്ലിയർ ആണല്ലോ അല്ലേ. ഓക്കെ, നമ്മളിപ്പോൾ എ പാർട്ട് ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്തു. ഇതിൻ്റെ തന്നെ കണ്ടിന്യൂവേഷൻ ആണ് സെക്കൻഡ് ബി പാർട്ട് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഈ ഒരു പെർട്ടിക്കുലർ ലീനിയർ ഇക്വേഷന് സോൾവ് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ അത് സോൾവ് ചെയ്യാൻ പറയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി ചെയ്യുന്നത് ഗോസ് എലിമിനേഷൻ മെത്തേഡ് ആണെങ്കിൽ, ഗോസ് എലിമിനേഷൻ മെത്തേഡ് ഉപയോഗിച്ച് ചെയ്യുന്നത്. സോ ഗോസ് എലിമിനേഷൻ മെത്തേഡ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ അതിനെ എക്ലോൺ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഫസ്റ്റ് ഓഗ്മെൻറ്റഡ് മെട്രിക്സിനെ എക്ലോൺ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണം. സോ ഫസ്റ്റ് പാർട്ടിന് വേണ്ടിയിട്ട് ഓൾറെഡി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ എക്ലോൺ ഫോം അവിടെ ഡിറൈവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, സോ നമ്മൾ അതിനെ നിങ്ങൾ കോപ്പി ചെയ്യാണ്. ദാറ്റ് ഈസ്
സെക്കൻഡ് പാർട്ട് ക്വസ്റ്റ്യൻ ബി എക്ലോൺ ഫോം വരുന്നത് 1 2 -3 -9. 1 2 -3 -9. നെക്സ്റ്റ് 0 1 0 1 -1/5 -1/5 -8/5 -8/5. Next 0 0 0 0 22/5 51/5. ഓക്കെ. സോ ഇതിന് ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്താൽ മതി, ബാക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ അപ്ലൈ ചെയ്താൽ മതി, നമുക്ക് ഇക്വേഷൻ്റെ സൊല്യൂഷൻ കിട്ടും. ഓക്കെ. സോ ബാക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ അപ്ലൈ ചെയ്യുമ്പോൾ ഫസ്റ്റ് റോയിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് x1 + 2x2 - 3x3 = -9 എന്ന ഫസ്റ്റ് റോ ഉപയോഗിച്ചുകൊണ്ട് സെക്കൻഡ് റോയിൽ ഫസ്റ്റ് എലമെൻറ്റ് 0 ആണ് എന്ന് പറഞ്ഞാൽ x1ൻ്റെ കോഎഫിഷ്യൻറ്റ് 0 ആണ്. സോ x2 മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. 1x2 മീൻസ് x2 -1/5 x3 = -8/5 എന്ന് കിട്ടുന്നുണ്ട്. നെക്സ്റ്റ് ഫസ്റ്റ് എലമെൻറ്റും സെക്കൻഡ് എലമെൻറ്റും 0 ആണ്. സോ x1ൻ്റെയും x2ൻ്റെയും കോഎഫിഷ്യൻറ്റ് 0 ആണ്. x3 മാത്രമേ എക്സിസ്റ്റ് ചെയ്യുള്ളൂ. ഹിയർ യു വിൽ ഗെറ്റ് 22/5 × x3 = 51/5 എന്ന് കിട്ടും. സോ ആ തേർഡ് ഇക്വേഷനിൽ നിന്ന് ഇത് നമ്മൾ ഫസ്റ്റ് വൺ, സെക്കൻഡ് ഇക്വേഷൻ, തേർഡ് ഇക്വേഷൻ. സോ തേർഡ് ഇക്വേഷൻ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് x3 എഴുതാൻ പറ്റും. x3 = 51/5 × 5/22 എന്ന് എഴുതാം. 5ഉം 5ഉം ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ x3 will be equal to 51/22 എന്ന് കിട്ടുന്നുണ്ട്. സോ ഇനി നമ്മൾ ഈ x3യുടെ വാല്യൂ സെക്കൻഡ് ഇക്വേഷനിൽ അപ്ലൈ ചെയ്യാം. സോ സെക്കൻഡ് ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുമ്പോൾ സെക്കൻഡ് ഇക്വേഷൻ എന്താണ്, x2 -1/5 x3 = -8/5 ആണ്. സോ x3യുടെ വാല്യൂ നമുക്ക് കിട്ടിയിട്ടുണ്ട് 51/22 ആണ്. സോ x2 -1/5 × 51/22 = -8/5 എന്ന് വരും. സോ ഇവിടെ നമ്മളിതിനെ അങ്ങോട്ടേക്ക് എടുത്തു കഴിഞ്ഞാൽ x2 = -8/5 + 1 × 51 51 / 5 × 22 5 × 22 എന്ന് കൊടുക്കുന്നു ഞാൻ. ഓക്കെ. സോ LCMലേക്ക് മാറ്റുന്ന സമയത്ത് 22 കൊണ്ട് ഫസ്റ്റ് ഫ്രാക്ഷനെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ യു വിൽ ഗെറ്റ് = -8 × 22 / 5 × 22 + 51/22 × 5 എന്ന് കിട്ടുന്നുണ്ട്. സോ -8 × 22 മീൻസ് -176 + 51 divided by 5 × 22 means you will get 110. Okay. സോ -156 × 51 എന്ന് പറയുമ്പോൾ നമുക്കതിനെ -125 / 110 എന്ന് കിട്ടും. ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ -25/22 എന്ന് കിട്ടും. സോ x2 = നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്, -25/22 എന്ന് കിട്ടി. ഇനി ഇതേപോലെ തന്നെ നമുക്ക് ആരെയും കൂടെ കാൽക്കുലേറ്റ് ചെയ്യണം, x1 കൂടെ കാൽക്കുലേറ്റ് ചെയ്യണം. സോ x1 കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഫസ്റ്റ് ഇക്വേഷനിൽ x2ൻ്റെയും x3ൻ്റെയും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. എന്താ ഫസ്റ്റ് ഇക്വേഷൻ വരുന്നത്, ദാറ്റ് ഈസ് x1 + 2x2 - 3x3 = -9 ആണ്. സോ വാല്യൂസ് നോക്കുമ്പോൾ x3ൻ്റെ വാല്യൂ 51/22 ആണ്, x2ൻ്റെ വാല്യൂ -25/22 ആണ്. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദാറ്റ് ഈസ് x1 + 2 × -25/22 - 3 × 51/22 = -9 എന്ന് കിട്ടും. സോ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് 2 × 25 -2 × -25 -50. സോ x1 -50/22 - 3 × 51. So 3 × 51 means you will get 153 divided by 22 = -9 എന്ന് കിട്ടും. സോ -15 കൊണ്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് x1 മൈനസ് ആഡ് ചെയ്യുമ്പോൾ 302 ഓക്കെ ഡിവൈഡഡ് ബൈ 22 = -9 എന്ന് കിട്ടും. ഇത് അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ x1 = -9 + 203 divided by 22 എന്ന് കിട്ടും. സോ ക്രോസ് മൾട്ടിപ്ലൈ -9 × 22 എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിനെ -198 ×
203 ഡിവൈഡഡ് ബൈ 22 എന്ന് കിട്ടും. ഈക്വൽ ടു -198 പ്ലസ് 202 എന്ന് പറയുമ്പോൾ നമുക്ക് 5 ആകും, +5 ആണ് വരുന്നത്. സോ 5/22. ഓക്കെ. സോ x1ൻ്റെ വാല്യൂ കിട്ടി, x2ൻ്റെ വാല്യൂ കിട്ടി, അതുപോലെ തന്നെ x3ൻ്റെ വാല്യൂ നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ. സോ ഇതുപോലത്തെ ലീനിയർ ഇക്വേഷൻസ് സോൾവ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് സാധാരണയായിട്ട് 5 മാർക്ക് ക്വസ്റ്റ്യനിലും 10 മാർക്ക് ക്വസ്റ്റ്യനിലും കാണാറുണ്ട്. സോ ഗോസ് എലിമിനേഷൻ മെത്തേഡ് ഓൾറെഡി നമ്മൾ 5 മാർക്ക് ക്വസ്റ്റ്യനിൽ ഗോസ് എലിമിനേഷൻ മെത്തേഡിൻ്റെ ക്വസ്റ്റ്യൻ ഓൾറെഡി കഴിഞ്ഞ വീഡിയോ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ടത് റെഫർ ചെയ്തിട്ട് നോക്കിയിട്ട് പോവുക എക്സാമിന് പോകുമ്പോൾ. ഓക്കെ. സോ ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.